Dear students, in this session we are going to discuss about iron implantation. See, in the previous video class we have discussed about the diffusion. Diffusion mainly takes place due to concentration gradient. That means dopants or impurity atoms diffuse from higher concentration area to lower concentration area. Okay. An alternative to diffusion process is an ion implantation. Usually diffusion takes place at a higher temperature, so it may damage the crystal. So in such cases we can use ion implantation for this same process. That means we need some semiconductors with higher dopant concentration or semiconductor areas with higher dopant concentrations. Example, if we want to make source or drain regions, we need to diffuse P plus impurity or N plus impurity in the silicon substrate. In such cases we are mainly using diffusion process, but it takes place at a higher temperature, so it may damage the silicon wafer. So in such cases we can also use ion implantation process because it is a low temperature process, and it has advantages of low temperature need in place of diffusion. Okay, so let us see ion implantation. It is an alternative to diffusion to produce a shallow surface region of dopant atoms. The dopant atoms are vaporized to form ionized atoms and are accelerated by an electrostatic field and made to strike the surface of the wafer. By measuring ion current and adjusting electrostatic field, the penetration depth and amount of dopant atoms can be controlled. See, നമ്മൾ ഡിഫ്യൂഷൻ എന്ന് പറയുമ്പോൾ ഹയർ കോൺസെൻട്രേഷൻ റീജിയനിൽ നിന്ന് ലോവർ കോൺസെൻട്രേഷൻ റീജിയനിലുള്ള ഡോപ്പൻറ്റിൻ്റെ മൂവ്മെൻറ്റ്സിനാണ് ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് അല്ലേ. ഡിഫ്യൂഷൻ വഴിയാണ് നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച സോഴ്സും ഡ്രെയിനും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായത്. ഓക്കെ, അതായത് ഒരു സിലിക്കൺ സബ്സ്ട്രേറ്റിൽ ഒരു പി പ്ലസ് റീജിയനോ അല്ല എൻ പ്ലസ് റീജിയൻ, പ്ലസ് എന്ന് ഉദ്ദേശിക്കുന്ന ഹയർ കോൺസെൻട്രേഷൻ ഓഫ് പി ഡോപ്പൻസ്, പി ടൈപ്പ് ഡോപ്പൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ ഡിഫ്യൂഷൻ പ്രോസസ് യൂസ് ചെയ്യുന്നു. പക്ഷേ ഡിഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ ഹൈ ടെമ്പറേച്ചർ യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് ക്രിസ്റ്റലിന്, അതായത് സിലിക്കൺ വേഫറിനെ ഡാമേജ് ചെയ്യാം. അപ്പോൾ അതിനൊരു ഓൾട്ടർനേറ്റീവായിട്ട് എന്താണ് യൂസ് ചെയ്യുന്നത്? അയൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യുന്നത്. ലോ ടെമ്പറേച്ചറിൽ നടക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഡിഫ്യൂഷനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അയൺ ഇംപ്ലാന്റേഷൻ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അപ്പോൾ ഇതിലെന്താണ് മെയിനായിട്ട് എന്താണ് ഷാലോ റീജിയൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂസ് ചെയ്യാൻ വേണ്ടി, അതായത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യുന്നത്. നമ്മൾ സെമി കണ്ടക്ടർ മെറ്റീരിയലിൻ്റെ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് നമുക്കറിയാം. ഡോപ്പൻ്റ് കോൺസെൻട്രേഷൻ കൂടുന്നതിന് സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ പാർഷ്യലി കണ്ടക്ട് ചെയ്യുന്ന സാധനമാണ്. അപ്പോൾ അതിൽ ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡോപ്പൻസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം അല്ലേ. ഇലക്ട്രിക്കൽ പ്രോപ്പർട്ടീസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇമ്പ്യൂരിറ്റീസ് ആഡ് ചെയ്യാം, ഡോപ്പൻ്റ് ആറ്റംസ് ആഡ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു സിലിക്കൺ സബ്സ്ട്രേറ്റ് എടുത്തിട്ട് അതിൽ സോഴ്സോ ഡ്രെയിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പോർഷനോ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അയൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യാം. അപ്പോൾ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡോപ്പൻ്റ് ആറ്റംസ് ആദ്യം എന്താ ചെയ്യുക, അയണൈസ്ഡ് ആറ്റംസ് ആയി മാറും. അതിൻ്റെ അയണൈസ്ഡ് ആറ്റംസ് ഇംപ്ലാന്റ് ചെയ്യുകയാണ് വേണ്ടത് അല്ലേ. അയണൈസ്ഡ് ആറ്റംസ് എന്ത് ചെയ്യും, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ സിലിക്കൺ വേഫറിൻ്റെ സർഫസിലേക്ക് ആക്സിലറേറ്റ് ചെയ്യപ്പെട്ടിട്ട് ആണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, അയൺസ് സിലിക്കൺ സർഫസിലേക്ക് അല്ലെങ്കിൽ സിലിക്കൺ വേഫറിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. മറ്റേത് കോൺസെൻട്രേഷൻ ഗ്രേഡിയൻറ്റിൻ്റെ ബേസിൽ മൂവ് ചെയ്യാണ്. പക്ഷേ ഇവിടെ എന്താണ് ചെയ്യുന്നത്, ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ നമ്മൾ ഫോഴ്സ്ഡ് മൂവ്മെൻറ്റ് നടത്തുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺസ് എന്ത് ചെയ്യണം, വേഫറിലേക്ക് പെനിട്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഈ പെനിട്രേഷൻ ഡെപ്തും അതുപോലെ തന്നെ എത്രത്തോളം ഡോപ്പൻ്റ് ആറ്റംസ് വേഫറിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ നമുക്ക് എന്ത് വെച്ചിട്ട് മെഷർ ചെയ്യാം, അയൺ കറണ്ട്. നമ്മൾ ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന അയൺ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് മാറ്റാൻ കഴിയും പെനിട്രേഷൻ ഡെപ്തും അതിന് എമൗണ്ട് ഓഫ് ഡോപ്പൻ്റ് ആറ്റംസും. മെയിൻ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത് ലാർജ് റേഞ്ച് ഓഫ് ഡോസസ് പോസിബിൾ. എന്താ ഈ ഡോസ് എന്ന് പറഞ്ഞാൽ, ഡോസ് മീൻസ് നമ്പർ ഓഫ് അയൺസ് എൻ്ററിങ് ദി ടാർജറ്റ്. ഇവിടെ ടാർജറ്റ് എന്ന് പറയുന്നത് എന്താണ്, സിലിക്കൺ വേഫറാണ് അല്ലേ. നമ്മൾ സിലിക്കൺ വേഫറിലല്ല ഇംപ്ലാന്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സിലിക്കൺ സബ്സ്ട്രേറ്റിലാണ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് റേഞ്ച് ഓഫ് ഡോസസ് പോസിബിൾ, അതായത് ഒരുപാട് നമ്പർ ഓഫ് അയൺസ് നമുക്ക് എന്ത് ചെയ്യാം, ആ സിലിക്കൺ വേഫറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിൻ്റെ എമൗണ്ടാണ് ഇവിടെ കാണിച്ചത്, 10⁻11 to 10⁻20 per cm³. അത്രയും നമ്പർ അയൺസ് എന്ത് ചെയ്യാം, 1 cm² ഏരിയയിൽ ഇത്രയും നമ്പർ ഓഫ് അയൺസ് എന്ത് ചെയ്യാം, നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം.
പിന്നെ ഡോപ്പൻ്റ് പ്രൊഫൈൽ ക്യാൻ ബി ടൈലഡ്. അതായത് നമുക്ക് ഡിഫ്യൂഷൻ്റെ കേസിലാണെങ്കിൽ ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഒരു ഐസോട്രോപിക് പ്രോസസ്സാണ്. അതേസമയം അയൺ ഇംപ്ലാന്റേഷൻ ഒരു അനൈസോട്രോപിക് പ്രോസസ്സാണ്. എന്താണ് ഐസോട്രോപിക് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഡിഫ്യൂഷൻ്റെ കേസിൽ നമ്മൾ കോൺസെൻട്രേഷൻ ഗ്രേഡിയൻ്റ് കാരണമാണ് അയൺസ് അല്ലെങ്കിൽ ഡോപ്പൻ്റ് ആറ്റംസ് സിലിക്കൺ സർഫസിലേക്ക് ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഡയറക്ഷനിലേക്കും ഒരേപോലെയാണ് ഡോപ്പൻ്റ് ആറ്റംസ് മൂവ് ചെയ്യുന്നത്. പക്ഷേ അയൺ ഇംപ്ലാന്റേഷൻ്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ഈ ഡോപ്പൻ്റ് ആറ്റംസ് അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റീസിൻ്റെ മൂവ്മെൻറ്റിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പക്ഷേ ഡിഫ്യൂഷനിൽ ഒരിക്കലും അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. എല്ലാ ഏരിയയിലേക്കും ഒരേപോലെയാണ് ഡോപ്പൻ്റ് ആറ്റംസ് മൂവ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത് ഐസോട്രോപിക് പ്രോസസ്, ഒരേപോലെയുള്ള ഡിസ്ട്രിബ്യൂഷനാണ് ഉണ്ടാവുക. പക്ഷേ ഇതിൽ അയൺ ഇംപ്ലാന്റേഷൻ്റെ കേസിലാണെങ്കിൽ അനൈസോട്രോപിക് ഡിസ്ട്രിബ്യൂഷനാണ്. അത് ഡോപ്പൻ്റ് പ്രൊഫൈൽ ക്യാൻ ബി ടൈലഡ്. അത് വേണമെങ്കിൽ നമുക്ക് കുറക്കാനും സാധിക്കുന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലോ ടെമ്പറേച്ചർ പ്രോസസ്സാണ് അയൺ ഇംപ്ലാന്റേഷൻ. അതുപോലെ തന്നെ വെരി ഫാസ്റ്റായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ് എന്ത് അയൺ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ലെറ്റ് us see the block diagram of the before that. We can see some problems of this ion implantation. Very shallow and very deep profiles cannot be obtained. Ions impinging wafer cause damage and charging effects. And chances of primary defects such as vacancies, self-interstitials, etc. and secondary defects such as clustering or agglomeration of point defects during annealing. Because charged species is injected, there can be accumulation of these charged species on the wafer. At a sufficiently high dose, the surface even become amorphous. That means it loses its regularity. അപ്പോൾ അയൺ ഇംപ്ലാന്റേഷൻ ചില ഡിഫിക്കൽട്ടീസ് അല്ലെങ്കിൽ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള പ്രൊഫൈല് അല്ലെങ്കിൽ വെരി നാരോ ആയിട്ടുള്ള പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അത് അയൺ ഇംപ്ലാന്റേഷൻ വഴി ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതിന് അയൺ ഇംപിഞ്ചിങ് ലോ ടെമ്പറേച്ചറിലാണ് നടക്കുന്നത് കൊണ്ട് ലോ ടെമ്പറേച്ചർ കാരണം ഉണ്ടാകുന്ന ഡിഫക്റ്റ് കുറവാണ്. പക്ഷേ അയൺ ഇംപിഞ്ച് ചെയ്യുന്ന സമയത്ത് വേപ്പർ സർഫസിൽ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് ഇംപിഞ്ച് ചെയ്യുന്നത്. അത് ചിലപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാമേജിനും കാരണം, അതുപോലെ തന്നെ അയൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ ചാർജിങ് ഇഫക്റ്റും ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഈ ഒരു അയൺസ് ഈ ഒരു ക്രിസ്റ്റലിലേക്ക് അല്ലെങ്കിൽ സിലിക്കൺ വേഫറിലേക്ക് വരുമ്പോൾ അതിലുള്ള ആറ്റംസിനെ റിമൂവ് ചെയ്തിട്ട് അവിടെ ഓക്കുപ്പൈ ആണ് ചെയ്യുന്നത്. അപ്പോൾ അത് ചില സമയത്ത് ഇങ്ങനെയുള്ള അയൺ ഇംപിഞ്ചിങ് നടക്കുമ്പോൾ വേക്കൻസീസ് ക്രിയേറ്റ് ചെയ്യപ്പെടാം, സെൽഫ് ഇൻഡസ്ട്രീഷ്യൽസ് ഉണ്ടാവാം. അതായത് ഈ സിലിക്കൺ ആറ്റം തന്നെ ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിലേക്ക് പോവാം. അത് സെക്കൻഡറി ഡിഫക്റ്റായ ക്ലസ്റ്ററിങ്, ഒന്നിൽ കൂടുതൽ ആറ്റംസ് ഒന്നിച്ച് വന്നിട്ടുള്ള ഡിഫക്ട്സ് ഉണ്ടാവാം. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഡിഫക്ട്സിന് ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. അതിന് ചാർജ്ഡ് സ്പീഷീസാണ് നമ്മൾ പുറത്ത് ഡോപ്പൻ്റ് ആറ്റംസ് എന്ന് പറയുന്നത് അയൺസ് ആക്കിയതിന് ശേഷമാണ്. അയൺസ് എന്ന് പറയുന്നത് ചാർജ്ഡ് സ്പീഷീസായി മാറും അല്ലേ, ചാർജ്ഡ് ആറ്റംസ് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ അക്യുമുലേഷൻ ചിലപ്പോൾ അയൺ ഇംപ്ലാന്റേഷൻ നടക്കുമ്പോൾ ക്രിസ്റ്റലിലേക്ക് ഉണ്ടാവാം. അതുപോലെ ഹൈ ഡോസാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കൂടുതൽ നമ്പർ ഓഫ് അയൺസ് ആണ് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നെങ്കിൽ ചിലപ്പോൾ സർഫസ് എന്തായിരിക്കും അതിൻ്റെ റെഗുലാരിറ്റി നഷ്ടപ്പെടാം. ഓക്കെ, ഫസ്റ്റ് ലെറ്റ് us see the ion implantation system. An ion implantation system is shown in the figure. In this system there is a main thing is there is an ion source and focusing control will be there and source controls will be there and a high voltage shielded chamber is shown there, and ion source is kept inside the high voltage shielded chamber and ions will be produced from this ion source. Proper control of these ions should be there, that is provided by the source controls and focusing controls. And there is an accelerator. We can see the accelerator which accelerates the movement of the ions, and there is a mass analyzer. After that there is a beam scanning system. Then the ions will be implanted to the silicon wafer or silicon substrate. And so here is the cassette loading chamber is shown there, and there different wafers will be kept there in the cassette loading chamber, and also target chamber 1 and target chamber 2 is indicated. That means different wafers can be kept there. Okay, silicon wafers can be kept there where we have to make ion implantation. It mainly consists, so let us see the explanation. It mainly consists of an ion source.
അതായത് ഇതിൽ എന്തൊക്കെയായിരിക്കും മെയിനായിട്ടുള്ള അയൺസ് ഇംപ്ലാന്റ് ചെയ്യണമെങ്കിൽ അയൺസ് ഉണ്ടായിരിക്കണം അല്ലേ. അതായത് ഡോപ്പൻ്റ് സോഴ്സ് ഉണ്ടായിരിക്കണം. ഡോപ്പൻസിനെ അയൺസാക്കി മാറ്റും. അപ്പോൾ അതിനാണ് അയൺ സോഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അയോൺ സോഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ആക്സിലറേറ്റർ ഉണ്ടായിരിക്കും. ആക്സിലറേറ്റർ കഴിഞ്ഞിട്ട് മാസ് അനലൈസർ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ മാസ് അനലൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് മാസ് സെപ്പറേഷൻ യൂണിറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ബീം സ്കാനറും ഉണ്ടായിരിക്കും. ബീം സ്കാനർ കഴിഞ്ഞതിന് ശേഷം ഈ അയൺസ് ഇവിടെ സിലിക്കൺ വേഫറിലേക്ക് ഇംപ്ലാന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയൺ സോഴ്സസ് ദേ പ്രൊവൈഡ് ദി അയൺസ് ദാറ്റ് ആർ ടു ബി ബൊംബാർഡഡ് ഓൺ ദി വേഫർ സർഫസ്. സിൻസ് ഇൻ സോളിഡ് ഫോം ദേ ഹാവ് ടു ബി വാപ്പറൈസ്ഡ് ഫസ്റ്റ് ആൻഡ് ദെൻ ബി സെൻഡ് ടു ദി ആക്സിലറേറ്റർ. സോ ആദ്യം എന്താണ് അയൺ സോഴ്സ് എന്ന് പറയുന്നത്? അയൺ സോഴ്സിൽ നിന്ന് അയൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് പിന്നെ സിലിക്കൺ വേഫറിനെ ബൊംബാർഡ് ചെയ്യുന്നത്, ഹിറ്റ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇതെന്താ അയൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ സോളിഡ് ഫോമിലാണ് ഉണ്ടായിരിക്കുക. അതിനെന്ത് ചെയ്യണം? വാപ്പറൈസ് ചെയ്തിട്ട് അയൺസാക്കി മാറ്റണം. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? അതിനെ ആക്സിലറേറ്ററിലേക്ക് സെൻഡ് ചെയ്യുന്നത്. ടു അയണൈസ് ദി ഡോപ്പൻ്റ് ഇറ്റ് ഈസ് പാസ്ഡ് ത്രൂ എ ഹോട്ട് ഓർ കോൾഡ് കാത്തോഡ് ഇലക്ട്രോണിക് ഡിസ്ചാർജ്. ഡോപ്പൻറ്റിനെ അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുകിൽ അതിനെ ഹോട്ടായിട്ടുള്ള അല്ലെങ്കിൽ കോൾഡായിട്ടുള്ള കാത്തോഡ് ഇലക്ട്രിക് ഡിസ്ചാർജിലേക്ക് കൊടുക്കണം. ഓക്കെ. അതായത് നമ്മൾ സോളിഡ് സോഴ്സ് ഉണ്ട്, അതിനകത്ത് അയണൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതാണ് ഡോപ്പൻ്റെ സോഴ്സ് എന്ന് പറയുന്നത്. ആ ഡോപ്പൻ്റെ സോഴ്സിനെ അയണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? അതിനെ എന്ത് ചെയ്യുന്നത്? വേപ്പറൈസ് ചെയ്തതിന് ശേഷം അത് അയണൈസിങ് ചാമ്പറിലേക്ക് കൊണ്ടുപോകും. അയണൈസിങ് ചാമ്പറിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? അത് അയണൈസ്ഡ് ആറ്റംസ് ആയിട്ട് മാറുന്നത്. ഓക്കെ. അതാണ് ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഡോപ്പൻ്റെ ഗ്യാഷ്യസ് ഫോം. And first of all, solid dopant source will be converted into gaseous form, and then it is sent to the ionizing chamber, and from the ionizing chamber we will be getting ionized atoms. Okay. Accelerator. Next is accelerator. The ion beam is now passed through the accelerator column to impart energy to it. Acceleration is usually provided by high voltage. The beam travels from high voltage to ground. Apertures ensures that the beam is well collimated. In the acceleration tube, they gain momentum and energy because of the electric field. See, നമ്മുടെ എയിം എന്താണ്? ഈ അയൺ സോഴ്സിൽ നിന്ന് വരുന്ന അയൺസിനെ അയൺ സോഴ്സിൽ നിന്ന് വരുന്ന അയൺസിന് നമുക്ക് എന്ത് ചെയ്യണം? വേഫറിലേക്ക് കറക്റ്റായിട്ട് ഇംപ്ലാന്റ് ചെയ്യിക്കണം അല്ലേ. അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ അതിലെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയൺ ഇംപ്ലാന്റേഷന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. കറക്റ്റായിട്ട് അതിനെ ആക്സലറേറ്റ് ചെയ്തിട്ട് സിലിക്കണിലേക്ക് എത്തിക്കണം. അതിന് വേണ്ടിയിട്ടാണ് എന്ത് യൂസ് ചെയ്യുന്നത്? ആക്സലറേറ്റർ. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? ആക്സിലേറ്റർ കോളത്തിലൂടെ തന്നെയാണ് അയൺ സോഴ്സ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഹൈ വോൾട്ടേജ് വെച്ചിട്ടാണ് ഈ ആക്സിലറേറ്ററിനെ കൺട്രോൾ ചെയ്യുന്നത്. ആക്സിലറേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈ വോൾട്ടേജ് കൊടുക്കുമ്പോഴാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആക്സിലറേഷൻ നമുക്ക് കിട്ടുന്നത്. ഒരു എനർജി കിട്ടണമല്ലേ, എന്നാൽ മാത്രമേ അയൺസ് മൂവ് ചെയ്യുള്ളൂ അല്ലേ. അപ്പോൾ എന്താണ് അയൺ എങ്ങനെയാണ് ഹൈ വോൾട്ടേജ് ഉള്ള റീജിയനിൽ നിന്ന് ഗ്രൗണ്ട് റീജിയനിലേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരു അപ്പേർച്ചേഴ്സ് ഉണ്ടായിരിക്കും, ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അതായത് സോഴ്സിൽ നിന്ന് വരുന്ന അയൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് സിലിക്കൺ സബ്സ്ട്രേറ്റിലേക്ക് ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്ന രീതിയിൽ ഒരു അപ്പർച്ചർ ഉണ്ടായിരിക്കും. അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഈ അയൺ ബീമിനെ വെൽ കൊളിമേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആക്സിലറേഷൻ ട്യൂബിൽ വെച്ചിട്ടാണ് അയൺസിന് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന അയൺസിന് ഹൈ മൊമെൻറ്റവും എനർജിയും ഉണ്ടാകുന്നത്. അതെങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡ് വെച്ചിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പോസിറ്റീവ് ഹൈ വോൾട്ടേജിൽ നിന്ന് ഗ്രൗണ്ട് വോൾട്ടേജിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് മാസ് സെപ്പറേറ്റർ. See, after accelerator, mass analyzer will be there. It is also called a mass separator. What is its function? When the iron source materials are ionized, they produce one or more charged species. The impurities have to be removed, and technique used is ion separation based on their masses. In order to select the required ion, electric field and magnetic field are used. If we send the stream of ions between two electric plates, the ions will be attracted to the negative plate and move towards the negative plate. If a magnetic field is also applied at the same time, the direction of the movement will change. The speed and the direction of the movement will depend on the charge and mass of the ions. A plate with a hole in the appropriate place can be used to block all the ions except the desired one. That is, the desired ions will pass through the slit and others will be rejected. So, നമ്മൾ നെക്സ്റ്റ് എന്താ ചെയ്യുന്നത്? മാസ് അനലൈസർ യൂസ് ചെയ്യുന്നത്. മാസ് അനലൈസർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്?
അതായത് നമ്മളിപ്പോൾ അയൺസ് ഉണ്ടാകുമ്പോൾ അതിൽ തന്നെ അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മാസ് അനലൈസർ യൂസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അതിന് മാസ് സെപ്പറേറ്റർ എന്ന പേര് അല്ലെങ്കിൽ മാസ് അനലൈസർ എന്ന പേര് പറയുന്നത്? അയൺസിന് ഒരു പെർട്ടിക്കുലർ മാസ് ഉണ്ടായിരിക്കും. അതല്ലാതെ വരുന്ന മാസിനെയൊക്കെ എന്ത് സെപ്പറേറ്റ് ചെയ്യും? ഈ മാസ് സെപ്പറേറ്റർ അല്ലെങ്കിൽ മാസ് അനലൈസർ സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ മാസ് സെപ്പറേറ്റർ ഇലക്ട്രിക് ഫീൽഡ് മാഗ്നറ്റിക് ഫീൽഡ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചില അയൺസ് മാത്രം സെൻഡ് ചെയ്യുന്നുള്ളെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പെർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്ന നേരം ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അത് പെർട്ടിക്കുലർ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് ഈ അയൺസ് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് അട്രാക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നെഗറ്റീവ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള ഇത് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ തന്നെ നമുക്ക് എന്തെങ്കിലും യൂസ് ചെയ്യാം, മാഗ്നറ്റിക് ഫീൽഡും അതേസമയം ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിലും ഈ പ്രോസസ്സ് നടത്താം. മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിന് അപ്രോപ്രിയേറ്റ് മാഗ്നറ്റിക് ഫീൽഡ് അപ്ലൈ ചെയ്യുന്നതിനനുസരിച്ച് ഈ അയൺസിൻ്റെ മൂവ്മെൻറ്റും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ സ്പീഡ് ആൻഡ് ദി ഡിറക്ഷൻ ഓഫ് ദി മൂവ്മെൻറ്റ് വിൽ ഡിപ്പെൻഡ്സ് അപ്പോൺ ദി ചാർജ് ആൻഡ് മാസ് ഓഫ് ദി അയൺസ്. അയൺസിൻ്റെ ചാർജിനെയും മാസിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിലുള്ള അയൺസിൻ്റെ മൂവ്മെൻറ്റിന് ഡിഫറൻസ് വരുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇത് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംവിധാനത്തിൽ ചിലപ്പോൾ ഒരു അപ്രോപ്രിയേറ്റ് ഹോൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ അയൺസിനെ കറക്റ്റായിട്ട് ഒരു പെർട്ടിക്കുലർ റീജിയനിൽ അത്യാവശ്യമുള്ള അയൺസിനെ മാത്രം ആ ഹോളിലൂടെ തന്നെ പാസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലേറ്റ് വിത്ത് എ ഹോൾ ഇൻ ആൻ അപ്രോപ്രിയേറ്റ് പ്ലേസ് ക്യാൻ ബി യൂസ് ടു ബ്ലോക്ക് ഓൾ ദി അയൺസ് എക്സെപ്റ്റ് ദി ഡിസൈഡ് വൺ. അപ്പോൾ ഡിസൈഡ് നമുക്ക് ആവശ്യമുള്ള അയൺ ഏതാണ്, ഇമ്പ്യൂർ ആയിട്ടുള്ള അയൺ എന്ന് പറയുന്നത്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത നമ്മുടെ ഉദ്ദേശിക്കുന്ന മാസിന് അപ്പുറമുള്ള അയൺസിനെ എല്ലാം എന്താവും യൂസ് ചെയ്യില്ല. അതേസമയം ആവശ്യമുള്ളത് മാത്രം ആ പെർട്ടിക്കുലർ ഹോളിലൂടെ തന്നെ പാസ് ചെയ്തിട്ട് വേഫറിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. സോ ദി ഡിസൈഡ് അയൺസ് വിൽ പാസ് ത്രൂ ദി സ്ലിറ്റ് ആൻഡ് അതേഴ്സ് വിൽ ബി റിജക്റ്റഡ്. ഇതെന്ന് വെച്ചാൽ മാസ് അനലൈസറിൻ്റെ സെറ്റപ്പിലുള്ളതാണ് ഈ ഹോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ അയൺസ് മൂവ് ചെയ്യുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കേസിൽ ഒരു ഈ അയൺസിൻ്റെ മൂവ്മെൻറ്റിന് ഏരോ മാർക്കിട്ട് കാണിക്കുന്നത്. ആ ഒരു പ്ലേസിലാണ് ഹോൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അതിലൂടെ തന്നെ മാത്രം ഡിസൈഡ് അയൺസ് പാസ് ചെയ്യുള്ളൂ, ബാക്കിയുള്ള റീജിയൻസിലൂടെ തന്നെ പാസ് ചെയ്യില്ല. അതായത് ബ്ലോക്ക് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഈസ് ബീം സ്കാനിങ്. അപ്പോൾ നെക്സ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് നെക്സ്റ്റ് ബ്ലോക്ക് ലെറ്റ് us see after the mass analyzer there will be a beam scanner. So what is beam scanning? Let us see. The ion beam is focused to a small spot and are directly write the desired dopant patterns onto the vapor surface without the use of masking layer. In hybrid deflection system, the beam is electronically scanned in one direction while the slices are mechanically moved in the other. Another system or cassette loading which loads many vapors simultaneously but automatically exposes the wafer to the ion beam. ബീം സ്കാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അയൺ ബീം ഈസ് ഫോക്കസ് ടു എ സ്മോൾ സ്പോട്ട് ആൻഡ് ഡയറക്ട്ലി റൈറ്റ് ദി ഡിസൈഡ് ഡോപ്പൻ്റ് പാറ്റേൺസ് ഓൺ ടു ദി വേപ്പർ സർഫസ് വിത്തൗട്ട് ദി യൂസ് ഓഫ് മാസ്കിംഗ് ലെയർ. അപ്പോൾ ബീം സ്കാനിങ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം നോക്കുകയാണെങ്കിൽ മാസ് അനലൈസർ എന്ന് വരുന്ന ഇതിനെ കറക്റ്റായിട്ട് ഈ തൊട്ടിപ്പുറം തന്നെ എന്തുണ്ടായിരിക്കും, കാസറ്റ് ലോഡിംഗ് സിസ്റ്റം ഉണ്ട്. അതിലാണ് നമ്മുടെ എന്തുണ്ട് വേപ്പേഴ്സ്, ഡിഫറെൻറ്റ് ഡിസ്ക് ഷേപ്പിലുള്ള വേപ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഈ അയേൺസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ബീം സ്കാനിങ് പ്രോപ്പറായിട്ട് ഈ അയേൺസിനെ ഈ ഇതിലേക്ക് അതായത് സിലിക്കൺ വേപ്പറിലേക്ക് അല്ലെങ്കിൽ സിലിക്കൺ സബ്സ്ട്രേറ്റിലേക്ക് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബീം സ്കാനിങ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അയൺ ബീം ഈസ് ഫോക്കസ് ടു എ സ്മോൾ സ്പോട്ട് ആൻഡ് ഡയറക്ട്ലി റൈറ്റ് ദി ഡിസൈഡ് ഡോപ്പൻ്റ് പാറ്റേൺസ് ഓൺ ടു ദി വേപ്പർ സർഫസസ്. നമ്മളിപ്പോൾ സോഴ്സും ഡ്രെയിനും നോക്കുകയാണ്. സിലിക്കൺ സബ്സ്ട്രേറ്റ് ഉണ്ടെന്നൊരു പി ടൈപ്പ് സബ്സ്ട്രേറ്റ് ആണെങ്കിൽ അതിൽ N+ റീജിയൻസ് ആണ് ഡിഫ്യൂസ് ചെയ്യേണ്ടതെന്നായിരിക്കും സോഴ്സിനും ഡ്രെയിനിനും വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ചെറിയൊരു സ്പോട്ടിലേക്കാണ് എന്ത് ചെയ്യേണ്ടത്, അത് ഇംപ്ലാന്റ് ചെയ്യേണ്ടതുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു കേസിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബീം സ്കാനിങ്. ദി അയൺ ബീം ഈസ് ഫോക്കസ് ടു എ സ്മോൾ സ്പോട്ട് ആൻഡ് ഡയറക്ട്ലി റൈറ്റ് ദി ഡിസൈഡ് ഡോപ്പൻ്റ് പാറ്റേൺസ് ഓൺ ടു ദി വേപ്പർ സർഫസ് വിത്തൗട്ട് ദി യൂസ് ഓഫ് മാസ്കിംഗ് ലെയർ. സോ ഡിഫ്യൂഷൻ പ്രോസസ് ഒക്കെ നടത്തുമ്പോൾ നമ്മൾ ചിലപ്പം അതായത് ഡിഫ്യൂഷൻ നടത്തുമ്പോൾ ഡിഫ്യൂഷൻ എന്ന് പറയുന്ന എല്ലാ പോർഷൻസിലേക്കും ഈക്വലായിട്ടാണ് കോൺസെൻട്രേഷൻ ഗ്രേഡിൻ്റെ ബേസിൽ ആറ്റംസ് ഡിഫ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിഫ്യൂസ് ചെയ്യേണ്ട ഏരിയ സോഴ്സിൻ്റെയും ഡ്രെയിനിൻ്റെ പോർഷനിൽ മാത്രം ഡിഫ്യൂസ് ചെയ്യേണ്ടെങ്കിൽ ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യണം, മാസ്കിങ് ചെയ്യണം. അതായത് ആ ഭാഗത്തേക്ക് ഡിഫ്യൂഷൻ നടക്കാതിരിക്കാൻ അവിടെ ഒരു ഇൻസുലേറ്റർ ലെയർ വെച്ചിട്ട് മാസ്ക് ചെയ്യണം, പോളിസിലിക്കൺ ലെയർ വെച്ചിട്ട് മാസ്കിങ് നടത്തണം.
ഓക്കെ. പക്ഷേ ഇത് അയൺ ഇംപ്ലാന്റേഷൻ്റെ കേസിലാണ് അനൈസോട്രോപ്പിക് പ്രോസസ്സാണ്. അതായത് നമുക്ക് വേണ്ട ഏരിയയിലേക്ക് മാത്രമായിട്ട് അത് അയൺസ് ഡിഫ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ബീം സ്കാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്മോൾ സ്പോട്ട് സോസും ട്രെയിനും ചെറിയൊരു ഏരിയയിൽ മാത്രമാണ് നമ്മൾ ഡിഫ്യൂസ് ചെയ്യേണ്ടത് ഡോപ്പൻ്റ് ആറ്റംസ്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്മോൾ സ്പോട്ടിലേക്ക് മാത്രമായിട്ട് അയൺസ് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കത് അയൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യാൻ അതിന് വേണ്ടിയിട്ടാണ് ബീം സ്കാനിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മാസ്കിങ് ലെയറിൻ്റെ ആവശ്യം ഇവിടെയില്ല ബീം സ്കാനിങ് യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ റീജിയനിലേക്ക് ആ സ്മോളർ റീജിയനിലേക്ക് മാത്രമായിട്ട് ഡോപ്പൻ്റ് ആറ്റംസ് വരും. അങ്ങനെ നമുക്ക് സോഴ്സും ഡ്രെയിനും ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ഇനി ഹൈബ്രിഡ് ഡിഫ്ലക്ഷൻ സിസ്റ്റംസ് ബീം ഈസ് ഇലക്ട്രോണിക്കലി സ്കാൻഡ് ഇൻ വൺ ഡയറക്ഷൻ വൈൽ ദി സ്ലൈസസ് ആർ മെക്കാനിക്കലി മൂവ്ഡ് ഇൻ ദി അതർ. ഇൻ ദി ബ്ലോക്ക് ഡയഗ്രത്തിൽ നമ്മൾ നോക്കുമ്പോൾ എവിടെയാണ് ഇവിടെ ഒരു കാസറ്റ് ലോഡിങ് ചാമ്പർ ഉണ്ട്. അതിലൂടെ തന്നെയാണ് എന്ത് ചെയ്യുന്നത് വേപ്പേഴ്സ് ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ നമുക്ക് മെക്കാനിക്കലി മൂവ് ചെയ്യാൻ സാധിക്കും. അതിനനുസരിച്ച് നമുക്ക് ഒന്നിൽ കൂടുതൽ വേപ്പേഴ്സ് എൻ്റർ ചെയ്യിക്കാൻ പറ്റും. അതിലേക്കെല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. അയൺസ് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ഇംപ്ലാന്റേഷൻ ലോ എനർജി ഇംപ്ലാന്റേഷനും അതുപോലെ തന്നെ ഹൈ എനർജി ഇംപ്ലാന്റേഷനും ഉണ്ട്. ദർ ആർ 2 types of implantation. First one is low energy implantation. For reduced dimensions, junction depth is very small. It is range of 1000 angstrom. For VLSI CMOS, shallow N+ and P+ regions are needed. Dopants have different different dopants have different range. At 75 kiloelectron volt, the range of arsenic is 500 angstrom and that of boron is 250 angstrom. Doping profile can be moved closer to the surface film. And if the wafer is tilted at a larger angle to the ion beam, the effective ion energy is greatly reduced. Thus, it is possible to achieve extremely shallow distribution thin silicon dioxide film. For example, implantation, ion implantation, low energy implantation ഉണ്ട്, high energy implantation ഉണ്ട്. Low energy implantation എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ എനർജി ഇലക്ട്രിക് ഫീൽഡ് മാത്രമേ നമ്മൾ യൂസ് ചെയ്യുള്ളൂ ഇതിൻ്റെ കേസിലാണെങ്കിൽ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ജംഗ്ഷൻ ഡെപ്ത്, അതായത് നമ്മൾ ഇംപ്ലാന്റ് ചെയ്യേണ്ട ലെയർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലെയർ നമുക്ക് ഈ സിലിക്കൺ സബ്സ്ട്രേറ്റിലേക്ക് ഇംപ്ലാന്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ ഡോപ്പൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഷാലോ ആയിട്ടുള്ള വളരെ സ്മോൾ ആയിട്ടുള്ള ലെയറാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ലോ എനർജി ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്താൽ മതി. ഷാലോ ഡെപ്തിൻ്റെ റേഞ്ചാണ് 1000 ആംസ്ട്രോങ് എന്ന് പറയുന്നത്. CMOS ആപ്ലിക്കേഷൻ്റെ കേസിലാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്മോൾ ആയിട്ടുള്ള വളരെ നേരോ ആയിട്ടുള്ള N+ P+ റീജിയൻസും ഇംപ്ലാന്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡോപ്പൻസ് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ആർസനിക് ഡോപ്പൻറ്റ് യൂസ് ചെയ്യാം, ഇമ്പ്യൂരിറ്റി യൂസ് ചെയ്യാം, ബോറോൺ ഇമ്പ്യൂരിറ്റി യൂസ് ചെയ്യാം, ഫോസ്ഫറസ് ഇമ്പ്യൂരിറ്റി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആർസനിക്കാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് 500 ആംസ്ട്രോങ് ആയിരിക്കും ലോ എനർജി ഇംപ്ലാന്റേഷനിൽ. അതായത് അതിനെത്ര വരെ പെനിട്രേറ്റ് ചെയ്യുമ്പോൾ 500 ആംസ്ട്രോങ് തിക്നെസ് വരെ ഡെപ്ത് വരെ അതിനെന്ത് ചെയ്യാൻ പറ്റും, അയൺ ഇംപ്ലാന്റേഷൻ വഴി പോകാൻ പറ്റും. അതുപോലെ തന്നെ ബോറോൺ ആണ് യൂസ് ചെയ്യുന്നത്, 250 ആംസ്ട്രോങ് ആയിരിക്കും അതിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത്, പെനിട്രേഷൻ ഡെപ്ത് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് സർഫസിൽ വളരെ നേരോ ആയിട്ടുള്ള രീതിയിൽ പെനിട്രേറ്റ് ചെയ്യേണ്ടതാണെങ്കിൽ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ലോ എനർജി ഇംപ്ലാന്റേഷൻ അയൺ ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് സപ്പോസ് നമ്മൾ വേഫർ ഒരു പൊസിഷനിലാണ് വെച്ചിട്ടുണ്ടാവുക, എന്നിട്ടാണ് നമ്മൾ അയൺ ഇംപ്ലാന്റേഷൻ സിസ്റ്റം വെച്ചിട്ട് നമ്മൾ അയൺസ് ഇംപ്ലാന്റ് ചെയ്യുന്നത്. സപ്പോസ് വേഫറിൻ്റെ അപ്പോൾ വേഫറിന് കറസ്പോണ്ടിങ് ആയിട്ട് അയൺ ബീമിൻ്റെയും ആക്സിലറേറ്ററിൻ്റെ എല്ലാം ഒരു ഹോളും വെച്ചിട്ടുണ്ടാകും. സപ്പോസ് വേഫർ ഒരു പെർട്ടിക്കുലർ ആംഗിളിൽ ടിൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അയൺ ബീം വേഫറിനെ ടച്ച് ചെയ്യുന്നതിൻ്റെ എനർജി മാറും. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഷാലോ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ കഴിയും. ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എന്താണ്, ലോ എനർജി ഇംപ്ലാന്റേഷൻ എക്സാമ്പിളാണ്. നെക്സ്റ്റ് ഈസ് ഹയർ എനർജി ഇംപ്ലാന്റേഷൻ. അപ്പോൾ ഇത് ഹൈ ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിലാണ് നടക്കുക. ബൈ ദിസ് പ്രോസസ് ബറീഡ് കണ്ടക്റ്റിംഗ് ആൻഡ് ബറീഡ് ഇൻസുലേറ്റിംഗ് ലെയേഴ്സ് ഫോംസ് വിൽ ബി ഹെവിലി buried insulating layers will be formed and it will be heavily doped. Example is masking SOI devices. ഇപ്പോൾ ഹൈ എനർജി ഇംപ്ലാന്റേഷൻ ആണെങ്കിൽ ഹൈ എനർജിയുടെ പ്രസൻസിലാണ് നടക്കുക. അത് ഹൈ ഇലക്ട്രിക് ഫീൽഡ് യൂസ് ചെയ്യും. അതിന് ബറീഡായിട്ടുള്ള കണ്ടക്ടേഴ്സും അതിന് ഇൻസുലേറ്റിംഗ് ലെയേഴ്സും ഫോം ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോസ് ഏതെങ്കിലും ഒരു മോസ്ഫെറ്റിൻ്റെ സ്ട്രക്ചറിലാണെങ്കിലും ബറീഡ് എന്ന് വെച്ചാൽ നല്ല ഡെപ്തിലുള്ള ലെയർ, ബറീഡ് കണ്ടക്റ്റിംഗ് ആൻഡ്, അതായത് നമ്മൾ ബറീഡ് എന്ന് പറഞ്ഞാൽ കുഴിച്ചിട്ട പോലെ നല്ല ഉള്ളിലേക്കായിട്ട് ബറീഡ് കണ്ടക്റ്റിംഗ് ആൻഡ് ബറീഡ് ഇൻസുലേറ്റഡ് ലെയർ ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈ എനർജി ഇംപ്ലാന്റേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നതാണ് സിലിക്കൺ ഓക്സൈഡ് ഇൻസുലേറ്റിംഗ് ഡിവൈസസ് ആണ് അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്. ഓക്കെ, അങ്ങനെ മാസ്കിങ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് സെഷൻ. താങ്ക് യു.